ദേശീയ ദുരന്തം എന്നാൽ എന്ത്? ഒരു സംസ്ഥാനത്ത് ഉണ്ടാകുന്ന അപകടത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലൂടെ അവിടേക്ക് കേന്ദ്ര സർക്കാർ അധിക സഹായം നൽകണം. കൂടാതെ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകണം. 2013 ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തിയും മരണസംഖ്യയും പരിഗണിച്ച് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഓരോ പ്രകൃതി ദുരന്തത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ലെന്ന് കേന്ദ്ര സർക്കാരും വാദിക്കുമ്പോൾ എന്താണ് ദേശീയ ദുരന്തമെന്ന ചോദ്യമാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. ദേശീയ ദുരന്തം എങ്ങനെ പ്രഖ്യാപിക്കും? മാനദണ്ഡങ്ങൾ, സഹായം തുടങ്ങിയവയെ പറ്റി അറിയാം. മാനദണ്ഡങ്ങൾ: 10ാം ധനകാര്യ കമ്മീഷനാണ് ദേശീയ ദുരന്തത്തെ സംബന്ധിച്ച് കൃത്യമായ നിർവചനം കൊണ്ടുവന്നത്. ഒരു സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 1/3 ആളുകളെ ബാധിക്കുന്ന ഒരു ദുരന്തത്തെ അപൂർവ തീവ്രതയുള്ള ദേശീയ ദുരന്തം എന്ന് വിളിക്കാനാകും. എന്നാൽ എന്താണ് അപൂർവ തീവ്രതയുള്ള ദുരന്തം എന്നത് സംബന്ധിച്ച് കൃത്യമായ നിർവചനം 10ാം ധനകാര്യ കമ്മീഷൻ നൽകിയിട്ടില്ല. ദുരന്തത്തിന്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടതെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. കൂടുതൽ ജീവനാംശം, നാശനഷ്ടം, പരിസ്ഥിതി ശോഷണം തുടങ്ങിയവയെല്ലാം പരിശോധിച്ചാവും ദേശീയ ദുരന്തം പ്രഖ്യാപിക്കുക. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുള്ള നേട്ടങ്ങൾ: ഒരു സംസ്ഥാനത്ത് ഉണ്ടാകുന്ന അപകടത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലൂടെ അവിടേക്ക് കേന്ദ്ര സർക്കാർ അധിക സഹായം നൽകണം. കൂടാതെ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകണം. ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള അധിക ഫണ്ടിനും ഈ സംസ്ഥാനം അർഹത നേടും. കൂടാതെ വായ്പകളുടെ തിരിച്ചടവിലെ ആശ്വാസം, ദുരന്തബാധിതർക്ക് ഇളവ് വ്യവസ്ഥയിൽ പുതിയ വായ്പകൾ എന്നിവ അനുവദിക്കുന്നതിനും പരിഗണിക്കും. 2013 ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കവും 2014 ആന്ധ്രാപ്രദേശിലെ ഹുദ്ഹുദ് ചുഴലിക്കാറ്റും തീവ്രമായ ദുരന്തങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. എന്നാൽ 2014 ചെന്നൈയിലും 2018 കേരളത്തിലും ഉണ്ടായ പ്രളയവും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഇരു സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടെങ്കിലും സംസ്ഥാന സർക്കാർ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. നിയമത്തിൽ അത്തരമൊരു വ്യവസ്ഥയില്ലെന്ന് കാട്ടിയാണ് ആവശ്യം നിരാകരിച്ചത്. എന്നാൽ കൂടുതൽ സാമ്പത്തിക സഹായം സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിരുന്നു. ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ചാവും ദുരന്ത പ്രദേശത്തേക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ തീരുമാനിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ കമ്മിറ്റിയാണ് ദുരന്തത്തിന്റെ സാമ്പത്തിക സഹായങ്ങൾ തീരുമാനിക്കുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഇക്കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ദുരിതബാധിത സംസ്ഥാനങ്ങളിലേക്ക് വിവിധ കേന്ദ്ര മന്ത്രാലയ സംഘങ്ങളെ നിയോഗിക്കും. നാശനഷ്ടങ്ങളും ആവശ്യമായ ദുരിതാശ്വാസ സഹായങ്ങളും ഇവരാണ് വിലയിരുത്തുക.